എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിഥുനും മിത്രയും കൂടെ ഗുരുവായൂർക്ക് പോവാണ്. അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് മിത്രയ്ക്ക് വല്ലാത്ത ടെൻഷൻ. എന്നാലും മിഥുനെ എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുള്ളൂ പറയണം. നീ എന്തിനാ പേടിക്കണേ, ഞാനൊപ്പം കൂടെയില്ലേ. പിന്നെ ഗുരുവായൂർ ചെന്ന് കഴിയുമ്പോ എന്റെ വീട്ടുകാർ കാണുമായിരിക്കും, അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ എന്റെ വീട്ടിലൊന്ന് വിളിച്ചു പറഞ്ഞ് എന്റെ അച്ഛനോട് അമ്മയോട് ആരോടെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ. നീ എന്താ മിത്ര ഇങ്ങനെ പറയണേ, നീ എന്റെ കൊച്ചുകുട്ടിയാ, നിനക്കൊരു ഒട്ടും ബോധമില്ലേന്ന് ചോദിക്കും. ഓ, ഇപ്പൊ നിനക്ക് എന്നെ പേടിയായിരിക്കും അല്ലേന്ന് ചോദിക്കും. പേടിയായതുകൊണ്ടല്ല ഇതിനെന്ന് പറയാം. പിന്നീട് അവനങ്ങനെ ഗുരുവായൂരെത്തിയതിന് ശേഷം ഒരു ഹോട്ടലിലേക്ക് പോയി റൂം എടുക്കാനായിട്ട് അങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഗോമതിയും മീനാക്ഷിയും ആര്യനും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയം ആര്യം പറഞ്ഞു, ഞാൻ കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് വന്നാൽ മതിയായിരുന്നു, അമ്മ രാവിലെ തന്നെ കുത്തിപ്പൊക്കിന്ന് പറയാം. എടാ മോനെ, നീ ഉറങ്ങാൻ വന്നല്ലോ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. മീനാക്ഷി പറഞ്ഞു, അവൻ ഉറങ്ങണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മൂന്നുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് ആ മിത്ര അങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെങ്കിൽ ഇവർ കണ്ടില്ല. ഇവരങ്ങോട്ട് പാസ് ചെയ്ത് പോയതും മിത്ര അവിടെ കാറിൽ നിന്ന് ഇറങ്ങിയത് ഒരുമിച്ചായിരുന്നു. മിത്രയെ ഇവരെ കണ്ടില്ല. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അകത്തേക്ക് ഇന്ന് റിസപ്ഷനിൽ ചെന്ന് റൂമിന്റെ കാര്യം ചോദിച്ചപ്പോൾ റിസപ്ഷനിലേക്ക് ആള് പറഞ്ഞത് ആധാർ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ആധാറോ? അതിന് ആധാർ വേണം സാർ, ആധാർ അല്ലാതെ പറ്റില്ല എന്ന് പറയണം. പിന്നെ ആധാറും കാര്യങ്ങളൊന്നും ഇല്ല, മൂട് തരാൻ പറ്റുമെങ്കിൽ താടോന്ന് പറയണം. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞേ അത് പറ്റില്ല എന്ന് പറയാം. ഈ സമയത്ത് മിത്ര പറഞ്ഞു, എൻ്റെ കയ്യിൽ ആധാറുണ്ട്, ഞാൻ കൊടുക്കാന്ന് പറയാം. കാരണം ഇതിൻ വിദഗ്ധമായിട്ട് കൊടുക്കാതിരുന്ന ആധാറൊന്നും. മിത്ര തന്റെ ആധാർ എടുത്ത് അയക്ക് കൊടുക്കുക. അങ്ങനെ അവർ റൂമൊക്കെ എടുത്ത് മുകളിലേക്ക് കയറി വരുവാണ്. മുകളിലേക്ക് കയറി വന്ന് കോറിഡോറിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് റൂമിലേക്ക് പോണ സമയത്താണ് മിത്ര പറഞ്ഞു, അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ 2 റൂം എടുത്താൽ മതിയായിരുന്നു, ഒറ്റ റൂം എന്താ എല്ലാരും കൂടെ വന്നതിന് ശേഷം മതിയല്ലോ. ഇനിയിപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന് ചോദിക്കും. മിത്രയ്ക്ക് ഭയങ്കര പേടിയോ ഒറ്റ റൂമിൽ തന്നെ താമസിക്കാനായിട്ട്, അതും ഇതിനോടൊപ്പം. ഇതിനോട് പറയാൻ ചെയ്ത് കല്യാണത്തിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു റൂമിൽ കിടക്കേണ്ട കാര്യമുണ്ടോ. പെട്ടെന്ന് അവൻ പറഞ്ഞു, അതെ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ ഇതിന് കല്യാണം കഴിഞ്ഞില്ലല്ലോ, പിന്നെ ഇങ്ങനെ എന്താ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് മിഥുനം കൂടി ദേഷ്യം വന്നു. ആ എന്താ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് ശരണ്ന്റെ അമ്മ ജാനകി അവര് തൊട്ടടുത്ത റൂമിലായിരുന്നു. അവരിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ അമ്മ പെട്ടെന്ന് വാതിലിൽ നോക്കുവാണ്. ഭാര്യയും ഭർത്താവാന്ന് തോന്നുന്നത്. നല്ല വഴക്കാണല്ലോ രണ്ടുപേരും കൂടെ. ഈ സമയം മിത്ര പറയുന്നുണ്ട്, അത് മിഥുന് ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക, എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ലെന്ന് ചോദിക്കാം. ദേ മിണ്ടാതെ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് ജാനകി അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുവാണ്. ഒന്നുമില്ല, ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തിനാ വല്ലവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്ര താല്പര്യം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അല്ല മോനെ, ഞാൻ കൂടെ ഒന്നും പറയണ്ട, മിത്രയുടെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ സമയം ഇത്രയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. അങ്ങനെ ജാനകി പുറത്ത് ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ ശരണം കൂടെ ഒന്ന് ചോദിച്ചു, എന്താ അമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുക. അത് മോനെ, ഒരു ഭാര്യയും ഭർത്താവ് ഇവിടെ ഒന്നും വഴക്കടിക്കുന്ന കണ്ടു, ഞാൻ അങ്ങോട്ട് ചോദിക്കാന്നപ്പോ എന്നോട് അവൻ ചൂടായെന്ന് പറയാം. ആണോ, അന്ന് ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവന്റെ റൂം ഏതാ, എങ്ങോട്ടാ പോയത്, അതെ അപ്പുറത്ത് കിടന്ന് ആ റൂമാന്ന് പറയണം. ആഹാ, അന്നായത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അന്നെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്ന് പറയണം. ഈ സമയം ശരണ്ന്റെ ഭാര്യ പറഞ്ഞു, ദേ വേണ്ട ഏട്ടാ, എന്തിനാ വെറുതെ, നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുമല്ലേ, അവരെന്തേലും കാണിക്കട്ടെ. എന്നാൽ അതാണോ മോശമായ പെരുമാറ്റം നടത്തിയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ ഞാൻ അവന്റെ അമ്മയുടെ അത്ര പ്രായം കാണും എനിക്ക്, അപ്പൊ അവൻ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാം. അന്നാ ചോദിച്ചിട്ട് എന്നെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശരണ്ന്റെ ഭാര്യ കയ്യെ കിറക്കി പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട ശരണേട്ട പോവണ്ടെന്ന് പറയുമ്പോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. ഈ സമയം മുറിയിലെത്തി കഴിഞ്ഞാൽ മിത്രയ്ക്ക് വല്ലാത്ത വെപ്രാളം വിഷമമൊക്കെ. ഇതിനെ എനിക്ക് എന്തോ പേടി തോന്നു. ഒന്നാമത്തെ കാര്യം കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് 2 ദിവസം എടുക്കും, കാരണം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണം, കല്യാണത്തിന് സമയം കാര്യങ്ങളും എല്ലാം നേരത്തെ ബുക്ക് ചെയ്താലാണ് അവിടെ വെച്ച് വിവാഹം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല, ഒരു റൂമിൽ കഴിഞ്ഞവർക്ക് എന്താ കുഴപ്പം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവല്ലേ. എന്നാലും എനിക്ക് പേടി, ഇപ്പൊ എന്റെ വീട്ടിൽ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, എന്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എന്റെ അച്ഛനും വല്ലാത്ത വിഷമം, എന്ത് ചെയ്യുന്ന പോലും പറയാൻ പോലും പറ്റില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം ഇത് പറഞ്ഞു, ഇതൊക്കെ ആലോചിച്ചിട്ടല്ലേ നീ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചേ, സത്യം പറഞ്ഞു ഇതിനെ, നീ എന്നെ ശരിക്കും അകപ്പെടുത്തുമല്ലേ ചെയ്തേ, ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, എന്നിട്ട് നീ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ എന്നെ ചതിച്ചല്ലേന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ കുറ്റം മൊത്തം ഇപ്പൊ എന്റെ മേത്തല്ലേ, അതല്ല ഞാൻ പറഞ്ഞേ, കാരണം നീ മനഃപൂർവ്വം എന്നെ നിർബന്ധപൂർവ്വം നിന്നെ സ്നേഹിപ്പിച്ചാന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. ഇത് കേട്ടതും ഇതും പറഞ്ഞു, അറിയാലോ, അതുകൊണ്ടാ പറഞ്ഞേ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കല്യാണം നടക്കും, പിന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാലും എനിക്കറിയത്തില്ല, എന്തോ ഒരു വിഷമം പോലെ. ഈ സമയം ഇതും ഒരു കാര്യം ചെയ്യ, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ.
2 ദിവസം കഴിയുമല്ലോ വിവാഹത്തിന് വേണ്ടി. അപ്പത്തേനും ഞാൻ കാര്യങ്ങളൊക്കെ ബാക്കി നോക്കാന്ന് പറയാം, നീ ഫ്രഷ് ആയിട്ട് വരാൻ പറയാം. പക്ഷെ മിത്രയ്ക്ക് പോകാൻ മനസ്സ് വന്നില്ല. മിഥുന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആകാൻ പോകുന്ന സമയത്ത് അവളുടെ ബാഗിരിക്കുന്ന സ്വർണ്ണമൊക്കെ തന്റെ ബാഗിനകത്തേക്ക് മാറ്റണം. അത് മാത്രമായിരുന്നു ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളോട് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പറയണേ. ഈ സമയം മിത്ര പറഞ്ഞു, വേണ്ട മിഥുനെ, എനിക്ക് ഒരിടത്തേക്കും പോകാൻ തോന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചേട്ടൻ തനിച്ചിരിക്കട്ടെ, മിഥുൻ എന്താന്ന് ചെയ്തോളം പറയാണ്. മിഥുൻ പറഞ്ഞു, എന്നാ നീ ഫ്രഷ് ആകുന്നില്ലേ, വേണ്ട ഞാൻ ഫ്രഷ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് മിത്ര എന്ത് ചെയ്യുവാണ്, മിത്ര തന്നെ ഫോൺ ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറേ മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നു. അമ്മയുടെ മെസ്സേജൊക്കെ ഉണ്ട്. മോളെ നീ തിരികെ വാ മോളെ, നീ നിന്റെ അമ്മയെ പറയണേ, നീ വാന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അച്ഛനും പറയുന്നുണ്ട്, മോളെ എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഈ അച്ഛൻ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോന്നോളാം. അച്ഛന് വല്ലാത്ത വിഷമം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയുടെയൊക്കെ കുറേ മെസ്സേജസ് ഇങ്ങനെ അതിനകത്ത് കിടപ്പുണ്ട്. ഇത് കണ്ടപ്പോഴും മിത്രയ്ക്ക് വല്ലാത്ത വിഷമം. വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടും കൽപ്പിച്ച് മിത്ര ഫോൺ എടുത്ത് അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. എല്ലാം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പറയാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോഴാണ് പെട്ടെന്ന് മിഥുൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മിഥുൻ വന്നിട്ട്, നീ എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് ചോദിക്കും. അങ്ങേ തലയ്ക്കിൽ അമ്മയുടെ സൗണ്ട് കേട്ടായിരുന്നു, ഹലോ എന്നുള്ള. അപ്പത്തേനും ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. നിന്നോട് ഒരു തവണ ഞാൻ പറഞ്ഞു ഫോൺ വിളിക്കലെന്ന്, പിന്നെ നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ? ദേ, ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസായി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ട്രേസ് ചെയ്ത് ഇങ്ങോട്ട് വരുമെന്ന് പറയാം. അല്ല മിഥുൻ, ഒരു വട്ടം പറഞ്ഞ നിനക്ക് എന്താ മനസ്സിലാവില്ലേ? മിഥുനെ എന്റെ ഫോൺ തരാൻ പറയണം. പക്ഷെ മിഥുൻ കൊടുത്തില്ല. മിഥുൻ ആ ഫോൺ അങ്ങോട്ട് മേടിച്ച് തല്ലി പൊട്ടിക്കുകയാണ് അങ്ങോട്ട്. അപ്പൊ നിനക്ക് സമാധാനമല്ലോ. മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. മിത്രയ്ക്ക് കരച്ചിലും, എന്ത് പരിപാടിയും ഇതിനെ കാണിച്ചെന്ന് ചോദിക്കുക. മിഥുൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ കാണിച്ചേ, സോറി, കുഴപ്പമില്ല, നമുക്ക് വേറൊരു ഫോൺ വാങ്ങിക്കാം, നിനക്ക് ഞാൻ പുതിയ ഫോൺ മേടിച്ചു തരാം, ഇനിയിപ്പം നീ അതോർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും മിത്രയ്ക്ക് വല്ലാത്ത വിഷമം വന്നു. മിത്ര പറഞ്ഞു, മിഥുനെ ഞാൻ, നീ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നും പറയണം. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷനാ. അനന്തപുരിയിലല്ല, മാറിപ്പോയതാട്ടോ, കൃഷ്ണമംഗലത്ത്. കാരണം ആർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അനിതനാണെങ്കിലും അച്യുതനാണോ എല്ലാവരും നിൽക്കുക, ഓരോ ആൾക്കാരും ഒന്ന് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ അനന്തേട്ടത്, ആൾക്കാരെ വിളിച്ചിട്ട് കളിയാക്കുവാണോ എന്ന് ചോദിക്കുക. ഈ സമയം അച്യുതാനന്ദൊന്നും മിണ്ടുന്നില്ല. അല്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ നിനക്ക് ഞങ്ങളെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? കല്യാണത്തിന് മുഹൂർത്തമായി കഴിഞ്ഞപ്പോൾ പെണ്ണ് ഒളിച്ചോടിയെന്നൊക്കെ. അല്ല നിനക്കറിയാൻ മേലായിരുന്നോ പെണ്ണിൻ്റെ ഒരു ബന്ധം ഉണ്ടെന്നൊക്കെ? അങ്ങനെയാണ് അതങ്ങോട്ട് നടത്തി കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഈ നാട്ടുകാരെ മൊത്തം വിളിച്ച് ഈ സദ്യ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഇതെല്ലാം കേട്ടോണ്ട് നന്ദിത അവിടെ നിന്ന് പൊട്ടി കരയുവാണ്. അപ്പം സിറ്റോണിൻ്റെ അവിടെ വന്നു നിന്നിട്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തപ്പോൾ ബാലനും ആകാശവും കൂടെ വന്നു. ബാലന് ഭയങ്കര വിഷമായി പോയി. കാരണം തന്റെ ശത്രുവാണ്, എത്രയാന്ന് പറഞ്ഞാലും തന്നെ എപ്പോഴും ചീത്ത പറയുന്നത്. എന്നാലും അവർക്കൊരു വേദന വന്നു കഴിയുമ്പം അത് കണ്ട് ചിരിക്കാനോ അല്ല സന്തോഷിക്കാനോ ഒരിക്കലും ബാലന് പറ്റില്ല. ബാലന് ഭയങ്കര വിഷമായി പോയി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിട്ടപ്പം. പിന്നീട് അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ മനഃപൂർവ്വം, കൂടുതലൊന്നും പറയണ്ട, മനുഷ്യനെ സമയം മെനക്കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയും കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം ഇവരോട് എന്താന്നാ പറയണേ, മകൾ ഒളിച്ചോടിപ്പോയത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ. പക്ഷെ ഇവരൊക്കെ പറയുന്നത് അവരെന്തോ തെറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും ബാലൻ പെട്ടെന്ന് അവരുടെ അരിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അല്ല ചേട്ടന്മാരെ, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ് ശരിയാണോ എന്ന് ചോദിക്കുവാണ്. എന്താടാ ബാല, എന്താന്ന് ചോദിക്കണം. അപ്പം ബാലനെ അറിയാം അവർക്ക്. അല്ല അവിടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടേ? അവരുടെ മകൾ ഒളിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവരെ പോയി കുത്തി വേദനിപ്പിക്കുകയാണ് ചെയ്യേണ്ടേ. അത് നല്ല മനുഷ്യന്മാർക്ക് ചേർന്ന പണിയല്ലെന്ന് പറയും. ഇത് കേട്ടൻ ചോദിച്ചു, ബാല ഞങ്ങള് അതെ കൂടുതലൊന്നും പറയണ്ട, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര രസമാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ വേദന എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തേ നിങ്ങൾ ആശ്വസിപ്പിച്ചില്ലേലും കുഴപ്പമില്ല, അവരെ കുറ്റപ്പെടുത്താതിരുന്നാൽ മതി. അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മൾ ഇങ്ങനെ സമയത്താണ് നമ്മൾ മനുഷ്യന്മാരെ തിരിച്ചറിയുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാരണം നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ അവരെ ആശ്വസിപ്പിച്ച് അവരോട് കൂടെ നിൽക്കുകയോ ചെയ്യണ്ടേ, അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടതെന്ന് പറയാം. സോറി കേട്ടോ ബാല എന്ന് പറയണം. സോറി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു കേട്ടല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറി പോവാം. ഈ സമയത്ത് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന അനന്തനും അച്ഛനും ഒക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം അവരോർത്തോണ്ടിരുന്ന ബാലനാണ് കളിയാക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന്. പക്ഷെ ബാലൻ അങ്ങനെ ചെന്നില്ല. പഴയ ബാലനാണ് ചിലപ്പം വേദനകളും വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ബാലന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ആനന്ദനും അച്ഛനും അങ്ങോട്ട് സങ്കടപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാ. ഈ സമയം ആകാശം എന്നിട്ട് ബാലനോട് പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ. കാരണം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നത്, എൻ്റെ അച്ഛൻ്റെ മോനായിട്ട് ഞാൻ ജനിച്ചാൽ ഞാൻ ഇത്രയ്ക്കൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലെന്ന് പറയണേ. പിന്നീട് ആകാശനെയും കൂട്ടിക്കൊണ്ട് ബാലനകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. പിന്നീട് കാണിക്കുന്ന എന്ത് ചെയ്യണം എന്നറിയില്ലാതെ മിത്ര ഇരിക്കുമ്പോഴത്തേനും
മിഥുൻ വന്നിട്ട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം, നിനക്ക് ഫുഡ് കഴിക്കണ്ടേന്ന് ചോദിക്കുക. വേണ്ട എനിക്കിപ്പോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് മിത്ര വീണ്ടും അവിടെ ഇരിക്കുക. മിഥുന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയാൽ എന്തേലും ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സമയം ക്ഷേത്രത്തിൽ പോയി മനോഹരി പ്രാർത്ഥിക്കുക. ഗോമതി ഗുരുവായൂരപ്പന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ ഇന്ന് മിത്രമോളുടെ കല്യാണമാണ്, എനിക്ക് കൂടാൻ പറ്റില്ല, അവനെ അനുഗ്രഹിക്കാൻ പോലും പറ്റില്ല. ഒരു പക്ഷേങ്കിൽ ചെറുപ്പകാലം മുതലുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്രയും ആരും കൂടെ വിവാഹം കഴിക്കണം എന്നുള്ളത്. അതെന്റെ മനസ്സിൽ ആഗ്രഹം, കുറെ കാലം ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി അതൊന്നും നടക്കത്തില്ല. കുഴപ്പമില്ല, എവിടെയാണല്ലോ എന്റെ മിത്രമോള് സുഖമായിട്ടിരുന്നാൽ മതി. നല്ലൊരു ഭർത്താവിനെ തന്നെ അവൾക്ക് കിട്ടണം, അവൾക്കൊരു ദോഷങ്ങളും ഉണ്ടാകാൻ പാടില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് മനോഹരി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് മീനാക്ഷി വന്നിട്ട്, എന്താ അമ്മ ഇത്, അമ്മ എന്തിനാ ഇന്ന് കരയണേ, ഇങ്ങോട്ട് വരാൻ പറയാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അതെ ഇങ്ങനെ കരയാനാണോ ഇവിടെ നിൽക്കുന്നേ, നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നുറച്ചോണ്ട് ഇങ്ങനെ പൊട്ടിക്കരയേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഇങ്ങോട്ട് വന്നേ, അമ്മ സമാധാനിക്ക്, മിത്രയുടെ കല്യാണമൊക്കെ നല്ല ശുഭമായിട്ട് നടക്കുമെന്ന് പറയാം. മുഹൂർത്ത സമയമായി, ഇപ്പൊ അവിടെ കല്യാണത്തിനുള്ള കെട്ടാനുള്ള മുഹൂർത്തമായിരിക്കും, ഇപ്പൊ കല്യാണമൊക്കെ നടക്കുമായിരിക്കും എന്ന് പറയാം. ദേ വീണ്ടും അമ്മ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് മിത്രയല്ല മീനാക്ഷി അവരെ ഗോമതിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മിത്ര ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. ഇത് വീണ്ടും വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഫോൺ തല്ലിപ്പൊടിക്കാൻ പാടില്ലായിരുന്നു. അതെ നീ ഒന്നേന്ന് ഫ്രഷ് ആകും, ഞാൻ എന്തേലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറയാണ്. ഇത് കേട്ടതും മിത്ര ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോണ്. ഈ സമയം അവൻ വിചാരിച്ചു, പറ്റിയ സമയം തന്നെ അവളുടെ ബാഗിനകത്തുനിന്ന് ആ സ്വർണ്ണമൊക്കെ എടുത്ത് തന്റെ ബാഗിനകത്തേക്ക് മാറ്റി വെക്കണം, എന്നിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാനായിട്ട്. അങ്ങനെ മിത്ര അകത്തേക്ക് കയറിയ സമയത്ത് തന്നെ മിഥുന ആ സ്വർണ്ണമൊക്കെ എടുത്ത് ബാഗിനകത്തേക്ക് വെക്കാൻ തുടങ്ങണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിത് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വരാട്ടോ. കാരണം ഇനി നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങളൊക്കെയാണ്. കാരണം ഇതുവരെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇനി അനന്തനെ രക്ഷിക്കാനായിട്ട് ആകാശ് വരുന്നൊക്കെയുണ്ട്, അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.